ശാന്തി. ബാബയുടെ അവ്യക്ത മധുരമഹാവാക്യങ്ങളെ കേൾക്കാം. ബാബ തപസ്യയുടെ പരിഭാഷ ഒരു അവ്യക്ത മുരളികളിലൂടെയും പറഞ്ഞു തരാണ്. ഇന്നും ബാബ തപസ്യയുടെ പരിഭാഷയാണ്. തപസ്വി ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ് ഏത് സാഹചര്യത്തിൽ ഇന്നും ബാബ അത് അടിവരയിടിക്കുകയാണ്. പക്ഷേ സദാ സന്തോഷത്തിലിരിക്കണമെങ്കിൽ ഒരു തപസ്വി ജീവിതത്തിൽ എന്താണ് തപസ്, ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ദൃഢതയുണ്ടായിരിക്കണം. തപം എന്ന് പറഞ്ഞാൽ അതാണ് ഡിറ്റർമിനേഷൻ. 26/10/91. തപസ്യ കാ പ്രത്യക്ഷ ഫൽ ഖുഷി. തപസ്യയുടെ പ്രത്യക്ഷ ഫലമാണ് സന്തോഷം. ആജ് ബാഗ്ദാദ അപ്പനെ സർവ തപസ്വി രാജ് ബച്ചോं को देख रहे. ഇന്ന് ബാഗ്ദാദ തൻ്റെ തപസ്വി രാജന്മാരായ മക്കളെ കാണുകയായിരുന്നു. തപസ്വി ഭി ഹോ ഓർ രാജധികാരി ഭി. ബാബ പറയുന്നത് നിങ്ങൾ തപസ്വികളുമാണ്, ഒപ്പം രാജ അധികാരികളും. അതുകൊണ്ടാണ് ബാബ പേര് തന്നിരിക്കുന്നത് തപസ്വി രാജ്. തപസ്വി രാജന്മാർ, രാജയോഗികള്. ബാബ മറ്റൊരു സുമാനം നൽകുകയാണ്, തപസ്വി രാജ്. തപസ്യ അർത്ഥാത് രാജ്യ അധികാരി പൻ. തപസ്യ അർത്ഥം രാജ്യാധികാരിയായി മാറും. അങ്ങനെയാണ് എന്താ പറയാ, തപം സ്വരാജ്യാധികാരിയായി, തപസ്യ രാജാവാക്കി മാറ്റും. എല്ലാവരും രാജകുട്ടികളല്ലേ. തപസ്യ കാ ബൽ ക്യാ ഫൽ ദേതാ ഹൈ. തപസ്യയുടെ ബലം നിങ്ങൾക്ക് നൽകുന്ന ഫലം എന്താണ്? തപസ്യയുടെ ബലം നൽകുന്ന ഫലം എന്താ? ബലത്തിലൂടെ കിട്ടുന്ന ഫലം ബാബ പറയുന്ന ഉത്തരം നോക്കൂ. അധീൻ സെ അധികാരി ബൻജാതെ. അധീനമായ ആത്മാവ് അധികാരിയായി തീരും. അതാണ് തപോബലം. ഇതുവരെ ആത്മാവ് കർമ്മേന്ദ്രിയങ്ങളുടെ അടിമയായിരുന്നു. ബാബ പറയുന്നേ തപോബലം നൽകുന്ന ഫലമാണ് അധീനതയിൽ നിന്ന് അധികാരിയാകും, രാജാവാക്കി മാറ്റും. അതിനാലാണ് മഹിമ. തപസ്യയിലൂടെ രാജ്യഭാഗ്യം നേടും. तो ഭാഗ്യ കിത്തന ശ്രേഷ്ഠ ഹെ. ബാബ ചോദിക്കണേ, നിങ്ങളുടെ ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്. ഇത്രയും ഭാഗ്യം മുഴുവൻ കൽപ്പത്തിൽ ആർക്കും തന്നെ പ്രാപ്തമാണ്. എത്ര ഭാഗ്യം! തപസ്യയിലൂടെ സ്വരാജ്യ അധികാരികളായിട്ട് മാറാനുള്ള ഭാഗ്യം. ഇത്തന ബഡാ ഭാഗ്യ ഹേ ജോ ഭാഗ്യവിധാതാക്കൂ. ഇത്രയും വലിയ ഭാഗ്യമാണ് താങ്കളുടേത്. ഭാഗ്യവിധാതാവിനെ സ്വന്തമാക്കിയവരാണ്. ഏകീക ഭാഗ്യ. ബാബ പറയണ എന്തൊക്കെ ഭാഗ്യം എനിക്ക് പ്രാപ്തമായി എന്ന് ഓരോന്നും വെവ്വേറെ ലിസ്റ്റിട്ട് നോക്കൂ. പറയാ ബാബ, എഴുതി നോക്കൂ. ബാബയെ കിട്ടി, എനിക്ക് എന്തെല്ലാം ഭാഗ്യം കിട്ടി ഭാഗ്യവിധാതാവിലൂടെ. ബാബ പറയണേ ഓരോ ഭാഗ്യവും വേറെ വേറെ. ഇനി നിങ്ങൾക്ക് ഓരോരോ ഭാഗ്യത്തിന് വേണ്ടി ഓരോരുത്തരുടെ പിന്നാലെ യാചിച്ച് നടക്കേണ്ട ആവശ്യവും ഇല്ല. ഭാഗ്യവിധാതാവിൽ നിന്ന് സർവഭാഗ്യവും സ്വത്തായി കിട്ടിക്കഴിഞ്ഞു. വർഷ കബി മങ്കാൻ ഹിജാത്. ബാബ പറയണ സ്വത്തൊരിക്കലും യാചിക്കേണ്ടതില്ല. യാചിച്ച് കിട്ടുന്ന സാധനത്തിന്റെ പേരല്ല സ്വത്ത്. സ്വത്തെന്ന് പറഞ്ഞ അവകാശപ്പെട്ട് കിട്ടുന്നു, അധികാരമുള്ളതാണ്. സർവഭാഗ്യവും ഭാഗ്യവിധാതാവ് സ്വയം തന്നു കഴിഞ്ഞു. തപസ്യ അർത്ഥം ആത്മാ കൈത്തി ഹെ മേ തേരി തും മേരാ. തപസ്യ അർത്ഥം ബാബ പറയണ, എപ്പോഴാണോ ഈ ആത്മാവ് ബാബയോട് പറയണേ, ബാബ ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എൻ്റേതാണ്. ഈ ബന്ധനം, ഈ കണക്ഷൻ, ഈ യോഗത്തിൻ്റെ പേരാണ് തപസ്യ. യോഗമാണല്ലോ കണക്ഷൻ. ബാബ അങ്ങൻ്റേത്, ഞാൻ അങ്ങയുടേതെന്ന ഫീലിംഗ് ആത്മാവിനും ഉണ്ടാക്കുക. അർത്ഥം ബാബ പറയാനാണ് ഇതാണ് തപസ്യ. ഇതിനെ തന്നെയാണ് തപസ്യ എന്ന് പറയുന്നത്. ഈ തപസ്യയുടെ ബലത്തിലൂടെ ഭാഗ്യവിധാതാവിനെ തന്നെ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഭാഗ്യവിധാതാവ് ബാബ കുട്ടികളോട് എന്താ പറയണേ? കുട്ടികളെപ്പോൾ പറയുന്നു ബാബ അങ്ങൻ്റേത്. അപ്പൊ ബാബ എന്താ പറയണേ? അങ്ങനെ പറയുന്ന കുട്ടികൾക്ക് ബാബയും നൽകുന്ന അനുഭൂതി മേ തേരാ, ഞാൻ നിങ്ങളുടേത്. तो कितना श्रेष्ठ भाग्य होगे. അപ്പോൾ ബാബ പറയുന്ന ആലോചിക്കും, നിങ്ങളുടെ ഭാഗ്യം എത്ര ശ്രേഷ്ഠമായി. ഭാഗ്യത്തിനോടൊപ്പം
സ്വരാജ്യാധികാരവും കിട്ടി. ഭാവിയിലെ വിശ്വരാജ്യം ബാബ പറയണേ സ്വരാജ്യത്തിൻ്റെ ആധാരത്തിൽ തന്നെ ലഭിക്കുന്നതുമാണ്. അതിനാൽ തപസ്വിയുമാണ് രാജാവും. തപസ്വി രാജനാണ്. സംഗമത്തിൽ തപസ്യയിലൂടെ സ്വരാജ്യാധികാരി, ഭാവിയിൽ വിശ്വരാജ്യാധികാരി. बाप दादा को भी अपने हरेक राज्याधिकारी बच्चे ബാപ്പ് ദാദയ്ക്കും തൻ്റെ ഓരോ രാജ്യാധികാരി കുട്ടികളെ കാണുമ്പോഴും സന്തോഷമാണ്. ഭക്തിയിൽ അനേക ജന്മങ്ങളിൽ നിങ്ങൾ ബാപ്പ് ദാദയോട് എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? മറന്നിട്ടില്ലല്ലോ? ബാബ പിന്നെ ഭക്തിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓർമ്മയുണ്ടോ ചോദിക്കുക ബാബ. बार बार अपने को मैं गुलाम ही बोला है. ഭക്തിയിൽ ഭഗവാനോട് എന്താ പറയണേ? ഞാൻ അങ്ങയുടെ ദാസനാണ്, ദാസനാണ്, അടിമയാണ്. ഇങ്ങനെയാണ് ഭഗവാനോട് പറയാറുള്ളത്. ബാബ പറയണേ നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, അടിമകളല്ല, പിന്നെയോ മേരെ ബച്ചേ, നിങ്ങൾ എൻ്റെ മക്കളാണ്. ഓർ ബാബ പറയണ മക്കൾ എവിടെ കിടക്കണു? ദാസനവിടെ കിടക്കും. സർവശക്തിവാന്റെ മക്കൾ. ബാബ പറയണേ പിന്നെ ദാസൻ. സർവശക്തിവാന്റെ മക്കൾക്ക് ദാസൻ എന്ന പേര് ശോഭിക്കില്ല. അതിനാൽ ബാബാനെ മീ ഗുലാം തേരേക്കെ ബജായ. അതുകൊണ്ടാണ് ബാബ നമ്മൾ ഭഗവാനെ അങ്ങയുടെ ദാസന്മാരെയാണ് ഞങ്ങളെന്ന് പാടിക്കൊണ്ട് നടന്ന നമ്മളോട് ബാബ വന്ന് ജ്ഞാനം തന്ന് യോഗികളാക്കിയിട്ട് അനുഭവം ചെയ്യിപ്പിച്ചത് എന്താണ്? മേ തേര, ഞാൻ നിങ്ങളുടെയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. അപ്പോൾ ദാസ്യത്വത്തിൽ നിന്ന് ബാബ എന്ത് ചെയ്തു? രാജാവാക്കി മാറ്റി മക്കളെ. ബാബ പറയുന്നത് അതോ ഇപ്പോഴും നിങ്ങൾ ദാസൻ എന്ന അവസ്ഥയിൽ അടിമത്തത്തിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ ബാബ ഇന്ദ്രിയങ്ങളുടെ രാജാവാകുന്നവരാണ് തപസ്യ. ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണെങ്കിൽ ദാസനാണ്. ഗുലാംപൻ കെ പുരാനെ സംസ്കാർ. ബാബ പറയുന്ന അടിമയാക്കിയിരിക്കുന്നത് ആരാ? ബാപ്പന് നിങ്ങൾ എനിക്കല്ല അടിമ. ആർക്കാണ്? ഇന്ദ്രിയങ്ങൾക്കാണ്, പഴയ സംസ്കാരങ്ങൾക്കാണ്. പഴയ സംസ്കാരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ലല്ലോ. മായയുടെ അടിമയല്ലല്ലോ. രാജാവാണെങ്കിൽ ഒരിക്കലും അടിമയാക്കാൻ പറ്റില്ല. ദാസനാണെങ്കിൽ അടിമ. ബാബുജിക്കിനെ ഏതാ നിങ്ങൾക്കിഷ്ടം? അടിമയായിട്ടിരിക്കുന്നതാണോ അതോ ബാബയുടെ അധികാരി കുട്ടിയായിട്ടിരിക്കുന്നതാണോ? തപസ്യ കാ ബൽ ബഹുത് ശ്രേഷ്ഠ. തപസ്യയുടെ ബലം ഏറ്റവും ശ്രേഷ്ഠമാണ്. और तपस्या क्या करते? ബാബ പിന്നെ തപസ്യയിലൂടെ എന്താ കിട്ടണേ? തപസ്യയിൽ എന്തിനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്? ബാബ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ തപസ്യ എന്താണ്. തപസ്യ ക്യാ ഹേ? മൗഷ് മനാന. ബാബ പറയണേ നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മ, യോഗം. തപസ്സെന്ന് പറഞ്ഞാൽ ആനന്ദം ആഘോഷിക്കുക. അതിൻ്റെ പേരാണ് തപ. ഭക്തിമാർഗത്തിൽ തപസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തോ കഠിനമായ കാര്യമാണല്ലേ, നമുക്കൊക്കെ അപ്രാപ്യം എന്നല്ലേ വിചാരിച്ചത്. പിന്നെ പാപ്പ അതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞ് മക്കളെ ആനന്ദം ആഘോഷിക്കുക അച്ഛനോടൊപ്പം. അതിൻ്റെ പേരാണ് തപസ്യ. അർത്ഥാത് ബഹുത് സഹജ് നാച്ന ഓർ ഗാന. തപസ്യ അർത്ഥം വളരെ സഹജമായി ബാബ പറയണേ നൃത്തം ചെയ്യുക, പാട്ട് പാടുക. പാട്ടവും പാടുകയും ചെയ്ത് ബാബ നാട്ടവും പാട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്തോഷത്തോടെ ജീവിക്കുക. അതിൻ്റെ പേരാണ് തപസ്. നൃത്തം ചെയ്യുക. ബാബ ചെയ്യുന്ന ഡാൻസ് ചെയ്യാൻ അറിയോ നിങ്ങൾക്ക്? സഹജമായ ഡാൻസ്. അത് പ്രയാസമുണ്ടോ? സന്തോഷം വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? പൊതുവെ പറയില്ലേ സന്തോഷ നൃത്തം, സന്തോഷത്തിൽ പാട്ട് പാടുന്നു. ബാബ പറയുന്ന ആ പാട്ട് പാടാൻ
അപ്പൊ പറഞ്ഞ് നിങ്ങളുടെ തൊണ്ടയൊന്നും ശരിയാവണമെന്നൊന്നുമില്ലേ? ആ ഡാൻസ് കളിക്കാൻ ഡാൻസ് പഠിക്കണമെന്നും തപസ്യ. ബാബ പറഞ്ഞ തപസ്സിന്റെ പ്രത്യക്ഷ ഫലമാണ് സന്തോഷം. സന്തോഷത്തിൽ നൃത്തം ചെയ്യുക, അതാണ് തപസ്. बाबा के और अपने ആദി അനാദി സ്വരൂപ് കെ. സന്തോഷമാണ് നൃത്തം. അടുത്തത് പാട്ടെന്താണ്? ബാബയുടെയും താങ്കളുടെയും ആദി അനാദി സ്വരൂപത്തിൻ്റെ ഗുണഗാനം. ബാബന് അതാണ് പാട്ട് നിങ്ങൾക്ക് പാടാൻ. ഞാൻ എങ്ങനെയുള്ള ആത്മാവാണെന്ന് സ്മരിക്കുക. തൻ്റെ ആദിസ്വരൂപത്തെയും അനാദിസ്വരൂപത്തെയും ബാബ പറയണെ സ്മരിക്കുക. അതാണ് നിങ്ങൾക്കുള്ള. ആ അനാദി സ്വരൂപത്തിലെ ആദ്യകാലത്തിലെ ഗുണങ്ങളെ സ്മരിക്കുക, ബാബയുടെയും ഗുണങ്ങളെ സ്മരിക്കുക. तो ये गीत कितना बड़ा और कितना सहज है. ബാബച്ചിക്കിന് ഈ പാട്ട് നോക്കൂ, എത്ര എളുപ്പമുള്ളതാണ്, എത്ര നീണ്ട പാട്ടാണ് ഇത്. ഈ പാട്ട് പാടിയേ തീരുവോ ചോദിക്കുക ബാബ. ബാബയുടെ ഗുണങ്ങളെ സ്മരിച്ച് തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിന് ബാബ പറയണേ ഇസ്മേ ഗല ഠീക്ക് ഹേ യാ നഹി ഠീക്ക് ഹേ. ഇതിന് നിങ്ങളുടെ തൊണ്ട ശരിയാണോ ഇല്ലയോ ഇതൊന്നും ഒരു വിഷയമല്ല. നിരന്തരം ഈ പാട്ട് നിങ്ങൾക്ക് പാടാം. നിരന്തരം സന്തോഷത്തിൽ നൃത്തം ചെയ്യാം. തപസ്യയുടെ അർത്ഥം എന്താണ്? നൃത്തം. ബാബ പറഞ്ഞ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര എളുപ്പമായി. മാതാ ഭാരി ഉസ്കാ ഹുത്താ ഹേ ജോ ഛോട്ടി സി ഗൽത്തി കർത്തേ ഹൈ. ബാബ പറയണേ തലയ്ക്ക് ഭാരം അവർക്കാണ് ഉണ്ടാക്കുക ആരാണോ ചെറിയ തെറ്റെങ്കിലും ചെയ്യുന്നത്. അവരുടെ തലയ്ക്ക് എപ്പോഴും ഭാരമുണ്ട്. ബ്രാഹ്മൺ ജീവനെ മേ കഭി കിസ്ക മാധ. ബാബ പറയണേ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനായി കഴിഞ്ഞാൽ ബ്രാഹ്മണ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ തലയ്ക്ക് ഭാരമാണ്. ബാബനുണ്ടാവില്ലേ? ഹോസ്പിറ്റൽ ആ സമയത്ത് ബാബയുടെ മധുബനിലെ ഹോസ്പിറ്റൽ, ഗ്ലോബൽ ഹോസ്പിറ്റലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അത് വലിയ പ്രൊജക്റ്റായിരുന്നു ആ സമയത്തത്, വളരെ വലിയ പ്രൊജക്റ്റാണ്. അപ്പം ബാബ ചോദിച്ചു ഹോസ്പിറ്റൽ തയ്യാറാക്കാൻ നിമിത്തമായവർക്ക് തലയ്ക്ക് വല്ല ഭാരവുമുണ്ടോ? അപ്പം ബാബ മുന്നിൽ ഹോസ്പിറ്റൽ തയ്യാറാക്കിയ ട്രസ്റ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. കാരണം ഗ്ലോബൽ ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ ട്രസ്റ്റീസൊക്കെ ഉണ്ടായിരുന്നു. മാതാ ഭാരി ഹേ. ബാബ ആ ട്രസ്റ്റീസിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും വലിയ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിൽ ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഭാരം വല്ലതും ഉണ്ടോ? ജബ് കരൻ കരാവൻ ഹർ ബാബ് ഹേ. ബാബ പറഞ്ഞു ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ബാബയാണെങ്കിൽ പിന്നെ താങ്കൾക്ക് എന്താ ഭാരം? ഏതോ നിമിത്ത് ബൻകർ ഭാഗ്യ ബനാനേക. ബാബ പറയുന്നത് നിങ്ങൾക്ക് എന്ത് സേവനം ചെയ്യാൻ കിട്ടുന്നോ അതെന്താണ്? നിമിത്തമായി ഭഗവാന്റെ കാര്യത്തിന് നിമിത്തമായി മാറി അവരവർക്ക് ഭാഗ്യമുണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് സേവനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത്. ആര് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു? ബാബ പറയണേ നിങ്ങളുടെ ഭാഗ്യം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ബാബ തന്നത് എടുത്ത് ഉപയോഗിക്കുകയാണ്. ബാക്കി ആപ്കി ജിമ്മേവാരി ക്യാ? ബാബ പറയണ ബാബയുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം ഇല്ലല്ലോ ചോദിക്കുക ബാബ. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു, പക്ഷേ ഭാരം ബാബയ്ക്കല്ലേ? ബാബയ്ക്ക് ബജായ് അപ്നി ജിമ്മേവാരി സമജ്. പക്ഷെ ബാബയ്ക്ക് പകരം ബാബ പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ എൻ്റെ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നത്, അപ്പം എന്ത് സംഭവിക്കും? ബാബ പറയണ അവിടെ ഭാരം തുടങ്ങും. ബാബ് സർവശക്തിവാൻ മേരാ സാഥി ഹേ.
സർവശക്തിവാനായ ബാബ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ तो क्या भारीपन होगा, നിങ്ങൾക്ക് പിന്നെ എന്താ ഭാരം? छोटी सी गलती कर देते हो. അവ പറയണ ഭാരം എവിടുന്നാ തുടങ്ങണേ? ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം. ഏറ്റവും ബാബ പറയണ തെറ്റേതാണ്? ചെറിയ തെറ്റ് കുട്ടികൾ ചെയ്യണേ, എൻ്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ഭാരം ഫീൽ ചെയ്യുന്നത്. ബ്രാഹ്മൺ ജീവൻ ഹി, ബാബ പറയുന്ന ബ്രാഹ്മണ ജീവിതമേ ആടാനും പാടാനും ആനന്ദിക്കാനുമുള്ളതാണ് മക്കളെ. സേവ ചാഹെ വാച ഹേ ചാഹെ കർമ്മണ ഹേ. സേവനം വാച സേവനമാകട്ടെ, കർമ്മണ സേവനമാകട്ടെ, ഈ സേവനവും ഒരു കളിയാണ്. സേവ കോയി ഓർ ചീസ് നഹി, സേവനം മറ്റൊന്നുമല്ല. അവനെ കളി കളിക്കുന്നത് പോലെ നിങ്ങൾ സേവനം ചെയ്യും. കളി എന്തിനാ കളിക്കണേ? സന്തോഷത്തിന് അല്ലേ, ആനന്ദത്തിന്. കൊയ് ദിമാഗ് കെ ഖേൽ ഹോത്താ ഹെ. കളികളിൽ തന്നെ ചില കളികളുണ്ട് ബുദ്ധി കൊണ്ട് കളിക്കണ കളി അല്ലേ. ചെസ് പോലെയുള്ളത് അങ്ങനെയാണല്ലോ, ബുദ്ധി യൂസ് ചെയ്യുന്നത്. ചിലത് വളരെ ലൈറ്റായിട്ടുള്ള കളികളുണ്ട്, പക്ഷെ കളിയാണല്ലോ. ബാബ പറഞ്ഞു ബുദ്ധി കൊണ്ടുള്ള കളിയാണെങ്കിലും കളി കളിക്കുമ്പോൾ ഭാരമുണ്ടോ? ഇതെല്ലാം ബാബ പറയുന്ന മക്കളെ കളിയാണ്. ചാഹെ കിത്തന ബി, നിങ്ങൾക്ക് എത്ര വലിയ ഉത്തരവാദിത്വപൂർണമായ ജോലിയാണെങ്കിലും സേവനമാണെങ്കിലും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പ്ലാനിങ്ങുകൾ ചെയ്യേണ്ടി വന്നാലും, അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമാണെങ്കിലും, മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവിന് എല്ലാം കളിയാണ്. അപ്പം പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നുണ്ടാവും, പ്ലാനിങ്ങുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ സർവശക്തിവാന്റെ കുട്ടിയാണെങ്കിൽ ബാബ പറയണ നിങ്ങൾക്കിതും ഒരു കളി പോലെ ചെയ്യാം. അത് കുറച്ച് ബാബ ചോദിക്കണേ, കുട്ടികളെ ക്ഷീണിക്കുന്നുണ്ടോ? മെജോറിറ്റി കുട്ടികളെ ബാബ കാണുന്നുണ്ട്, ക്ഷീണരാണ്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിക്കുന്നു. यही योग का प्रयोग सर्व खजानों को, चाहे समय चाहे संकल्प चाहे ज्ञान का खजाना, ബാബ പറയുന്ന യോഗത്തിൻ്റെ പ്രയോഗത്തിലൂടെ എല്ലാ ഖജനാവുകളെയും, എല്ലാം എന്ന് പറയുമ്പോൾ സമയം, സങ്കല്പം, ജ്ഞാനം, ബാബ പറയണേ ബാക്കി സ്ഥൂലമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ശരീരം, ഇതെല്ലാം യോഗത്തിൻ്റെ പ്രയോഗത്തിലൂടെ ബാബ പറയണേ ഓരോ ഖജനാവിലും ഓരോന്നിനെയും ബാബ പറയണേ ഖജനാവിനെ വർദ്ധിപ്പിക്കും, ഉപയോഗിക്കും തോറും വർദ്ധിക്കും. ഈ തപസ്യ വർഷത്തിലെ ലക്ഷ്യം വയ്ക്കും. ഇത് ലക്ഷ്യം യോഗത്തിൻ്റെ പ്രയോഗത്തിലൂടെ പ്രാപ്തമായ ഖജനാവുകളെല്ലാം വർദ്ധിപ്പിക്കുക. എന്ത് പ്രയോഗം ചെയ്യും? ഓരോരോ ഖജനാവിൻ്റെയും പ്രയോഗം എങ്ങനെ പ്രയോഗിക്കും? ഏത് ഖജനാവാണെങ്കിലും ബാബ പറഞ്ഞ എങ്ങനെ ഉപയോഗിക്കണം? കുറഞ്ഞ ചെലവിൽ അധികം പ്രാപ്തി, കുറഞ്ഞ ചെലവിൽ അധികം പ്രാപ്തി, കുറച്ച് പരിശ്രമം കൂടുതൽ സഫലത. ഈ വിധിയിലൂടെ ഖജനാവുകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കും. കുറഞ്ഞ ചെലവ്, കൂടുതൽ നേട്ടം. ജैसे समय को व संकल्प को उठाओ. ഉദാഹരണം പറയണ ബാബ, സമയം അല്ലെങ്കിൽ സങ്കല്പം, ഇത് ഓരോന്നോരോ ഖജനാവാണല്ലോ. സങ്കല്പ കാ ഖർച്ച കം ഹോ. ബാബ പറഞ്ഞ് സങ്കല്പങ്ങൾ കുറച്ച് രചിക്കുക. സങ്കല്പങ്ങളുടെ എണ്ണം കുറവ്, പക്ഷെ പ്രാപ്തി കൂടുതൽ. വിചാരിച്ച കാര്യങ്ങൾ അല്ല വേഗം നടക്കണം, പക്ഷെ കാര്യങ്ങൾക്കായി രചിക്കുന്ന സങ്കല്പങ്ങളുടെ എണ്ണം കുറച്ച്. ഇതിനെയാണ് എന്താ പറഞ്ഞ ബാബ? തപസ്വി. എല്ലാ ഖജനാവിലും മിതവ്യയവും പക്ഷെ പ്രാപ്തി കൂടുതൽ. സാധാരണ വ്യക്തി 4
2-4 മിനിറ്റ് ഉണ്ടാക്കുന്ന സങ്കല്പം, അതിനുശേഷം കിട്ടുന്ന സഫലത അതിനേക്കാളും അധികമായിരിക്കണം താങ്കളുടേത്. അവർ 4 സങ്കല്പം എടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് वो आप 1-2 സെക്കൻഡ് में कर सकते हो. ബാബ പറയണേ, അവര് 4 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന കാര്യം താങ്കൾക്ക് 1-2 സെക്കൻഡിൽ പൂർത്തീകരിക്കാൻ കഴിയും. ജിസ്കോ സാകാർമേ ബ്രഹ്മ ബാബ कहते थे, ഇതിനെക്കുറിച്ച് ബ്രഹ്മ ബാബ എപ്പോഴും പറയുമായിരുന്നു കുട്ടികളോട്, മക്കളെ, കുറഞ്ഞ ചെലവിൽ അധികം പ്രാപ്തി, കം കർഷ് ബലനഷ്, കുറച്ച് ചെലവാക്കൂ, കൂടുതൽ നേട്ടമുണ്ടാക്കുന്നവരാക്കും. കം കർച്ച് കറൂ ലേക്കിൻ, ചെലവ് കുറവാണെങ്കിലും പക്ഷേ പ്രാപ്തി 100 മടങ്ങ് കിട്ടണം. ഇസ്സെ ക്യാ ഹോഗ, ഇതിലൂടെയുള്ള ലാഭം എന്താ? കുറഞ്ഞ ചെലവ്, പ്രാപ്തി അധികമാകുമ്പോൾ ബാബച്ചിക്കുന്ന ലാഭം എന്താ? മിച്ചം ധാരാളം ഉണ്ടാകും, സേവിങ്സ് ധാരാളം ഉണ്ടാവും, സമയവും സേവാകും, സങ്കല്പങ്ങളും സേവാക്കും. അങ്ങനെ സേവ് ചെയ്യപ്പെടുന്ന മിച്ചപ്പെടുന്ന സങ്കല്പങ്ങളെയും സമയത്തെയും താങ്കൾക്ക് എന്ത് ചെയ്യാം? ഇനിയും ധാരാളം സേവനങ്ങളിൽ ഉപയോഗിക്കാം, കൂടുതൽ സേവനങ്ങളിൽ ഉപയോഗിക്കാം. ദാനപുണ്യം ആർക്കാണ് ചെയ്യാൻ കഴിയുക? ധനം ദാനം ചെയ്യണമെങ്കിൽ ആരുടെ പക്കൽ ധനം മിച്ചമുണ്ടോ അവർക്കല്ലേ ചെയ്യാൻ പറ്റൂ. അതേപോലെ സങ്കല്പം കൊണ്ട് സേവനം ചെയ്യാൻ ആർക്കേ കഴിയൂ? ബാബ പറയണ സേവിങ്സ് ഉള്ളവർക്കേ പറ്റൂ. അഗർ അപ്പനി പ്രതി ലെക്കാനെ ജിത്തന ഹി കമായ ഓർ ഖായ, ഇനി ഒരാള് സമ്പാദിച്ചത് മുഴുവൻ തനിക്ക് വേണ്ടി തന്നെ ചെലവാക്കി കഴിച്ചു തീർത്തു എന്നിരിക്കട്ടെ. സമ്പാദിച്ചു, പക്ഷെ സ്വന്തം കാര്യത്തിന് മാത്രം ചെലവ് ചെയ്ത് തീർത്തു. ആ ആൾക്ക് ദാനപുണ്യം ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. യോഗത്തിന്റെ പ്രയോഗം എന്ന് ബാബ ഇതിനെയാണ് പറയുന്നത്. ഓരോ ഖജനാവിലും സേവിങ്സ് ഉണ്ട്. കം സമയമേ റിസൾട്ട് സ്യാദ, കുറച്ച് സമയം പക്ഷെ റിസൾട്ട് കൂടുതൽ. കം സങ്കല്പ് സെ അനുഭൂതി സ്യാദാ ഹോ, കുറച്ച് സങ്കല്പം പക്ഷെ അനുഭൂതി കൂടുതൽ. അങ്ങനെ ഓരോ ഖജനാവും മറ്റുള്ളവരെ പ്രതി അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഐസെ ഹി വാണി, അതേപോലെ വാക്കുകൾ, കുറച്ച് ചിലവാക്ക്, വാക്ക് കുറച്ച് ചിലവാക്ക്, സഫലത കൂടുതലുണ്ടാക്കുക. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അപ്പോഴാണ് പറയുന്നത് ബാബ വണ്ടർ, അത്ഭുതം. ബാപ്ദാദ എന്താ അത്ഭുതം കാണിക്കണേ? ബാബയുടെ അത്ഭുതം എന്തായിരുന്നു? ബാബ എന്ത് അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചത്? എന്താ വണ്ടർ ബാബയുടെ? ബാബ ചോദിക്കണേ, കുറച്ച് സമയത്തിൽ ക്യാസെ ക്യാ ബനാദിയ, എന്തായിരുന്നു നമ്മുടെ ജീവിതം? ബാബ നമ്മളെ എന്തിൽ നിന്ന് എന്താക്കി മാറ്റി? തബ് തോ കേത്തെ ഹെ, അപ്പോഴാണ് പറയുക വണ്ടർ. 1 കോടി മടങ്ങ് പ്രാപ്തിയുടെ അനുഭവം. അപ്പോൾ പറയാം വണ്ടർഫുൾ, അത്ഭുതം നടന്നു. ജैसे बाप दादा का खजाना പ്രാപ്തി और അനുഭൂതി, ബാപ് ദാദ നമുക്ക് നൽകിയ ഖജനാവുകളിലൂടെ പ്രാപ്തികളുടെ അനുഭൂതി കൂടുതലായിരുന്നു. അതേപോലെ ഇനി താങ്കളും ബാബ പറയണേ യോഗത്തിന്റെ പ്രയോഗം ചെയ്യും. ബാബ നിങ്ങളുടെ മേലെ നടത്തിയ പ്രയോഗം ബാബ പറയണേ നിങ്ങൾ മറ്റുള്ളവരിൽ ചെയ്യും. സിർഫ് ഏക് ഗീത് നഹീ കി ബാബ, അവനെ അല്ലാതെ വെറുതെ നിങ്ങൾ പാട്ടും പാടിക്കൊണ്ട് നടക്കരുത്. ഏത് പാട്ട്? ബാബയുടെ ഒരു പാട്ടുണ്ടല്ലോ, ബാബ ആപ്പിനെ കമാൽ കർ ദിയ. ബാബൻ ഇത് പാടിയ പോരാ, ബാബന് നിങ്ങൾ എന്ത് ചെയ്യണം? കമാൽ, അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കണം.
आप भी तो कमाल करने वाले हो. പാപ്പ പറയുന്നത്, നിങ്ങൾ എൻ്റെ മക്കൾ അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കുന്നവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ലേക്കിൻ തപസ്യ കെ ചലത്തെ ഹുയേ സമയമേ, പക്ഷേ ബാബന് ഈ തപസ്യ വർഷത്തിലെ കുറഞ്ഞ സമയത്തിൽ ബാബ പറയുന്നത് മെജോറിറ്റി കുട്ടികളുടെ റിസൾട്ട് കാണണം ബാബയ്ക്ക്. തപസ്യയുടെ ഉണർവും ഉത്സാഹവും നല്ലത് തന്നെ, അറ്റൻഷനുമുണ്ട് കുട്ടികൾക്ക്, സഫലതയുമുണ്ട്. പക്ഷേ സ്വയം പ്രതി സർവ ഖജനാവുകളെയും കൂടുതൽ ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണം. ബാബന് ഞാൻ തന്ന ഖജനാവൊക്കെ നിങ്ങൾക്കായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, തനിക്ക് വേണ്ടിയിട്ടാണ്. अपनी अनुभूतियां करना ये अच्छी बात है. ബാബ പറയണേ, സ്വ അനുഭൂതി, സ്വന്തം ജീവിത അനുഭവങ്ങൾ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. ലേക്കിൻ തപസ്യ വർഷ സ്വയം പ്രത് ഓർ വിശ്വക്കെ പ്രത്. പക്ഷെ ബാബ പറഞ്ഞ, ഈ വർഷം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ബാബ പറഞ്ഞ, ഈ വർഷം തപസ്യ വർഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത്രയും തന്നെ വിശ്വസേവാർത്ഥവുമായിരിക്കും. നിങ്ങൾക്കായി എല്ലാ ഖജനാവും എത്ര ഉപയോഗിക്കുന്നു, ബാബ പറഞ്ഞ അത്ര തന്നെ ഇതിനെ ഉപയോഗിക്കണം, വിശ്വസേവാർത്ഥവും ഉപയോഗിക്കണം. തപസ്യ കെ വൈബ്രേഷൻ വിശ്വമേ और तीव्र गति से फैलाओ. തപസ്യയുടെ വൈബ്രേഷൻ വിശ്വത്തിലേക്ക് കൂടുതൽ തീവ്രഗതിയിൽ വ്യാപിപ്പിക്കും. അപ്പം അതിനുള്ളതാണ് ഈ വർഷം. വർത്തമാന സമയത്ത് ബാബ പറയണേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, യോഗത്തെ പ്രയോഗിക്കൂ, അനുഭവത്തിന്റെ പ്രയോഗശാലയിൽ പ്രയോഗിക്കും. ബാബ പറയണേ, നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലേ, എക്സ്പെരിമെന്റുകൾ ബാബ പറഞ്ഞ നടത്തി എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കൂ. എന്നിട്ട് ആ എക്സ്പീരിയൻസുകളുടെ അനുഭവത്തിന്റെ അതോറിറ്റിയോടെ ബാബ പറയണേ, വിശ്വത്തിന് വേണ്ടിയും നിങ്ങൾ യോഗത്തിന്റെ പ്രയോഗം നടത്തും. ഈ സമയത്ത് സർവാത്മാക്കൾക്കും ആവശ്യം ശക്തിശാലിയായ വൈബ്രേഷനാണ്. വായുമണ്ഡലത്തിലൂടെ ഈ വൈബ്രേഷൻ ബാബനെ പരിവർത്തനം ഉണ്ടാക്കും. അതിനാൽ യോഗത്തിന്റെ പ്രയോഗം ഇനിയും വർദ്ധിപ്പിക്കും. സഹയോഗികളാണ് മക്കളെല്ലാം, പക്ഷേ ഇപ്പോ സഹയോഗം യോഗത്തിലേക്ക് കൊണ്ടുവരാം. ബാബ പറയുന്നേ, മക്കളെ സഹയോഗികൾ ഇഷ്ടം പോലെയുണ്ട്, പലതരത്തിലും ബാബയുടെ കാര്യത്തിന് സഹയോഗം ചെയ്യുന്നവര്. പക്ഷെ ബാബ പറയുന്ന, ഈ വർഷം സഹയോഗം ഏത് രൂപത്തിലായിരിക്കണം? യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ സഹയോഗി ബാബ പറയുന്നേ ഇപ്രകാരം ചെയ്യണം. ഏകഹേ സ്നേഹി സഹയോഗി. ബാബ പറയുന്ന, ഒന്നുണ്ട് ഭഗവാനോട് സ്നേഹമുള്ളവർ, മറ്റൊന്ന് സ്നേഹം കാരണം സഹയോഗം ചെയ്യുന്നവര്. പല തലങ്ങളിലും സഹയോഗം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ബാബ പറയണേ, ഇപ്പൊ ബാബ പറയണേ സഹയോഗി യോഗിയാകണം. ബാബ പറഞ്ഞേ യോഗി ജീവിതം ജീവിക്കുന്നവരാകണം. നിരന്തര യോഗി പ്രയോഗി. ഈ വർഷത്തേക്കുള്ള ബാബ ലക്ഷ്യം തരാണ്. ഇതായിരിക്കണം. ബാബയുടെ സ്നേഹം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ബാബന് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സഹയോഗം. മൂന്നാമത്തത് യോഗം. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് ബാബ പറഞ്ഞ നിരന്തര യോഗി പ്രയോഗി. ഇനി താങ്കളോട് ചോദിക്കൂ, ബാപ് ദാദയ്ക്ക് മക്കളെ എല്ലാവരെയും ഇഷ്ടമാണ് അല്ലെ? വെറും സ്നേഹിയാണെങ്കിലും സഹയോഗിയാണെങ്കിലും യോഗിയാണെങ്കിലും അല്ലേ? ബാബന്റെ മക്കളെല്ലാം ബാബയ്ക്ക് പ്രിയങ്കരാണ്. കൈ ബച്ചോങ്കി വൈബ്രേഷൻസ് ആപ് ദാദയ്ക്ക് പാസ്. പല കുട്ടികളുടെയും വൈബ്രേഷൻ ബാബയുടെ അടുത്ത് എത്തുന്നുണ്ട്. വിഭിന്ന തരത്തിലുള്ള വൈബ്രേഷൻ അറിയാമല്ലോ. ബാബയുടെ അടുത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് എത്തുന്നത്? സൂചന കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. തപസ്യ വർഷത്തിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു,
ബാബ പറയുന്ന ഇതിൻ്റെയൊക്കെ കാരണം വലിയ വലിയ പ്രൊജക്റ്റുകൾ ബാബയുടെ വലിയ വലിയ സേവന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തെല്ലാം ബാബ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ ഈ വിശ്വത്തിൽ നടക്കുന്നു, ഇതെല്ലാം തപസ്യയുടെ ഫലമാണ്. ഇതെല്ലാം വലിയ കാര്യങ്ങൾ നടക്കുന്നു, ഇതെല്ലാം തപസ്സിൻ്റെ ഫലമാണ്. കൊയ് സമസ്തേ ഹേ, ചിലർ വിചാരിക്കും തപസ്യ വർഷം എന്ന് ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വർഷത്തിൽ എന്താ ചെയ്യണ്ടേ? ദോനോ വൈബ്രേഷൻ, ബാബ പറയുന്നേ 2 തരത്തിലുള്ള വൈബ്രേഷൻ കുട്ടികളിൽ നിന്ന് വരുന്നുണ്ട്. ये समय की तीव्र गति और तपस्या के वाइब्रेशन से आवश्यकता का पूर्ण होना ये तपस्या के बल का फल है. ബാബ പറയുന്ന സമയത്തിന്റെ തീവ്രഗതിയും തപസ്യയുടെ വൈബ്രേഷൻസിന്റെ ആവശ്യകതയും. ബാബ പറയുന്നേ ഇത് രണ്ടും പൂർത്തീകരിക്കപ്പെടണം. സമയവും അതിന്റെ പൂർത്തീകരണത്തിലെത്തണം. ബാബ പറഞ്ഞേ ഇപ്പോൾ വൈബ്രേഷൻസിന്റെ ആവശ്യവും പൂർത്തീകരിക്കപ്പെടും. 2 കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടണം. ഇതായിരിക്കണം തപസ്യയുടെ ബലത്തിന്റെ ഫലം. ഫലം എപ്പോഴും കഴിക്കുകയാണല്ലോ ചെയ്യുക. പഴങ്ങൾ കഴിക്കും. ഏ ഡ്രാമ ദിഖാത്താ ഹേ, ബാബ പറയുന്ന അതേപോലെ ഡ്രാമയും കാണിച്ചു തരാണ്. ബാബ നിങ്ങളുടെ തപസ്സിന്റെ ഫലം കഴിക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന് പറയാം ബാബ. തപസ്യ സർവ ആവശ്യകതാവും കോ സമയപ്പർ സഹജ്. ബാബ പറഞ്ഞ തപസ്യ എങ്ങനെയായിരിക്കണം? തപസ്യക്ക് സർവ ആവശ്യങ്ങളും സമയത്ത് സഹജമായി പൂർണ്ണമാക്കാൻ കഴിയും. അതിനാണ് എന്താ പറയാ? തപസ്സിന്റെ ബലത്തിലൂടെയുള്ള ഫലം. എല്ലാ ആവശ്യങ്ങളും സമയത്ത് സഹജമായി പൂർത്തീകരിക്കപ്പെടും. സംജാ? ബാബച്ചിക്കിന് മനസ്സിലായോ? നേരത്തെ പറഞ്ഞില്ലേ ബാബ, തപസ്യക്കൊന്നും യാചിക്കേണ്ടി വരില്ല, അധികാരിയായിരിക്കും. അതുകൊണ്ട് സഹജമായി തൻ്റെ ആവശ്യങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടും. മനസ്സിലായോ? അവർക്ക് ചോദ്യം വരില്ല, എന്തുകൊണ്ടിങ്ങനെ? തപസ്യ അർത്ഥം സഫലത സഹജമായി അനുഭവപ്പെടുക. ആകെ ചലക്കർ അസംഭവ് കൈസെ സഹജ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അസംഭവ്യമായ കാര്യങ്ങൾ പോലും സംഭവ്യമാകുന്നത് കൂടുതൽ കൂടുതൽ അനുഭവമാകും. കൂടുതൽ കൂടുതൽ അനുഭവമാകും. വിഘ്നങ്ങൾ വരിക ഇത് ഡ്രാമയുടെ ആരംഭം മുതൽ അടങ്ങിയിട്ടുള്ളത്. ये विघ्न भी असंभव से संभव की अनुभूति कराते हैं. ബാബ പറയുന്ന ഈ വിഘ്നങ്ങൾ വരുന്നത് നല്ലതിന് തന്നെയാണ്. എന്താ കാരണം? വിഘ്നങ്ങൾ വരുമ്പോഴാണ് അസംഭവ്യം സംഭവ്യമാകുന്ന അനുഭവം പ്രാപ്തമാക്കുന്നത്. ഓർ ആപ് സഭി ഭി, ബാബ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അനുഭവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഘ്നവും വന്ന് വിജയിക്കുമ്പോൾ ബാബ പറയുന്നേ അത് ഓരോന്നും ഓരോ അനുഭവത്തിന്റെ പാഠം നൽകി പോക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ ബാബ, അനുഭവമാണ് നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷണശാലയിൽ സ്വയം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് നമുക്ക് അതോറിറ്റിയായി പിന്നെ സേവനങ്ങളിൽ ഉപയോഗപ്പെടുന്നത്. അതിനാൽ ബാബ പറയുന്ന അനുഭവത്തിന്റെ അതോറിറ്റി ഉള്ളവർക്ക് പിന്നീട് വരുന്ന വിഘ്നങ്ങളെല്ലാം കളി പോലെ തോന്നുന്നു. ജैसे ഫുട്ബോൾ കാ ഖേൽ. ബാബനെ പിന്നെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എന്താവും? അനുഭവങ്ങളുടെ അതോറിറ്റി നിങ്ങളെ പിന്നീട് ഓരോ വിഘ്നങ്ങളും ഫുട്ബോൾ പോലെ ഫീൽ ചെയ്യുള്ളൂ നിങ്ങൾക്ക്. तो क्या करता है? ബാബന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്താ ചെയ്യണേ? ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്താ ചെയ്യണേ? അല്ലേ, ഓരോ ബാളും വരുന്നു, കാലുകൊണ്ട് അല്ലേ വീശിയടിക്കണം. ബാബ പറയണേ तो क्या करते हो? ബോൾ आता है ना. ബാബ പറഞ്ഞേ ബോള് വരുന്നത് കൊണ്ടല്ലേ തട്ടാൻ പറ്റണേ. ബോളെ വന്നില്ലെങ്കിൽ ബാബച്ചിക്ക് നിങ്ങൾ എന്ത് തട്ടും? തട്ടിത്തെറിപ്പിച്ചാലല്ലേ അത് വലയിൽ പോയി വീഴുകയും അല്ലെ പോയിന്റ് കിട്ടുകയും ചെയ്യുകയുള്ളൂ. അഗർ ബോൾ ഹീനായേ
താങ്കളുടെ അടുത്തേക്ക് പന്തേ വരുന്നില്ല എന്നിരുന്നോട്ടെ, ബാബന് പന്ത് വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ തട്ടും? എവിടുന്ന് കളിയിൽ ജയിക്കും? അതുകൊണ്ട് മക്കളെ, എന്ത് വിഘ്നങ്ങൾ വരുന്നു ബാബ പറയണേ എന്താണ്? അപ്പം എൻ്റെ മക്കൾക്ക് പോയിന്റ് നേടാനുള്ള ബാബ പറയണേ ഫുട്ബോളാണ്, പന്താണ്. ഓരോ വിഘ്നവും ജീവിതത്തിൽ ഓരോ പോയിന്റ് നേടിത്തരും. കാരണം ആ വിഘ്നത്തെ അതിജീവിക്കുമ്പോൾ ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു ശക്തി നമ്മളിൽ ഡെവലപ്പ് ആക്കും. അതാണ് നമുക്കൊരു പോയിന്റ് എന്ന് പറയണ ബാബ. ഇനി പക്ഷെ മഹത്വം ഏതിനാണ്? പന്ത് വരണോ, അടിക്കണോ? പക്ഷെ ബാബ പറയണേ ആ പന്ത് വരുന്ന മാത്രയിൽ അതിനെ തട്ടിത്തെറിപ്പിച്ച് എവിടെ ഇടണം? ഗോൾ പോസ്റ്റിലിടണം. എന്നാലേ പന്ത് നോക്കിയിരുന്നാലോ, ഓഹോ പന്താണോ, ഇതെങ്ങനെ തട്ടുക? എൻ്റെ അടുത്തേക്ക് തന്നെ വന്നോ, എനിക്ക് തന്നെ എന്താ? സാധാരണ വിഘ്നം വരുമ്പോ നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ ബാബ പറയണേ പന്ത് കണ്ടിട്ട് ഓടിപ്പോയല്ലോ, അയാളെ നല്ല കളിക്കാരൻ എന്ന് പറയില്ലല്ലോ. അയ്യോ ഈ പന്ത് തട്ടി എൻ്റെ കാല് പൊട്ടുകയും മുട്ട് പൊട്ടുകയും എന്ന് പറഞ്ഞിട്ട് കളിക്കളത്തിൽ നിൽക്കുന്നില്ലല്ലോ. ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, എത്ര സജ്ജമായിട്ടാണ് നിൽക്കണേ. ഏത് ഭാഗത്തുനിന്ന് പന്ത് ഏതുവിടുന്നും വരാം, അതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ബാബ പന്തെന്ന് പറയാം. ഇന്ന സ്ഥലത്ത് വരുന്ന പറഞ്ഞിട്ടല്ലല്ലോ നിൽക്കുക, ഏത് ഭാഗത്തുനിന്നും വരാം. ചില പന്ത് കണ്ടിട്ടില്ലേ തല കൊണ്ടടിക്കും. ബാബ പറയണേ ഇതുപോലെ നമ്മളും ബാബ പറയണേ കളിക്കളത്തിലാണ്. ഓരോ പന്തും വന്നുകൊണ്ടിരിക്കുക, ഓരോ വിഘ്നവും ഓരോ പന്താണ് മക്കളെ. പക്ഷെ ഓരോ പന്ത് തട്ടുമ്പോഴും കളിക്കാരൻ ആനന്ദത്തോടെ കളിക്കണം, സന്തോഷത്തോടെ കളിക്കണം, കരഞ്ഞുകൊണ്ട് കളിക്കരുത് പറയാ ബാബ. കളി എന്തിനുള്ളതായിരിക്കണം? ആനന്ദം. വിഘ്നം വരുമ്പോഴും ബാബ പറയണേ അല്ലേ, അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ ബാബ, ഞാൻ എന്താ ചെയ്യുക അല്ലേ? നമുക്ക് ആ അവസരത്തിൽ അവസരോചിതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? പ്രവർത്തിക്കാൻ പറ്റണം. അല്ലാതെ പന്ത് തട്ട പറഞ്ഞ വിഘ്നം വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലല്ലോ ബാബ പറയണം. ആ എന്ത് വിഘ്നം വരുന്നു അതിനെ എങ്ങനെ സഹജമായി തരണം ചെയ്യണം. അതിന് നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിലല്ലേ നമുക്ക് ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഓർമ്മ വരില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, പക്ഷെ ബേജാറായ മനസ്സിന് ആ സാധനം പോലും സമയത്തെടുത്ത് കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഇന്ന ആൾക്കാരുടെ ഫോൺ, അവരെ ഒന്ന് വിളിച്ചാൽ മതിയാകും. പക്ഷെ ബേജാറാണെങ്കിൽ ഫോണും കാണില്ല, വിളിക്കാനും പറ്റില്ല അല്ലേ? ബാബ പറയണേ അതുകൊണ്ടാണ് ഓരോ വിഘ്നവും വരുമ്പോൾ ബാബ പറയണേ നമ്മുടെ മനസ്സ് ശാന്തവും ശക്തിശാലിയുമായ മനസ്സായിരിക്കണം. അതാണ് ബാബ കളിക്കാരായ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് പറയാം. കൺഫ്യൂസ്ഡ് ആകല്ലേ പറയാം ബാബ. കളിക്കളത്തില് ആശയക്കുഴപ്പത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? തട്ടാൻ പറ്റില്ല. കോശിഷ് കർത്തേ ഹോനാ ബാൾ മേരെ പാവമേ ആയേ മേ ലഗാവും. ബാബറിനെ പന്ത് കളിക്കുന്ന ഓരോ കളിക്കാരൻ്റെയും ആഗ്രഹം എന്താ? പന്ത് എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഞാൻ അടിക്കാം. കാരണം അയാളുടെ പേരിലാകും ആ പോയിന്റ്. ഓരോരുത്തരും എന്താ ആഗ്രഹിക്കണ? എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വരണം പന്ത്. ബാബ പറയണേ ഇതേപോലെ ഈ ഖേൽത്തോ ബാബ പറയണേ നമുക്കും ജീവിത യാത്രയിൽ ഓരോ വിഘ്നങ്ങൾ, നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നം നമ്മുടെ ഇത് തന്നെയാണ്, അത് വേറൊരാൾക്കല്ലല്ലോ, നമുക്ക് തന്നെയാണ് ഫേസ് ചെയ്യേണ്ടത്. അവരവർ തന്നെ പന്തടിച്ച് പോയിന്റ് നമുക്ക് തന്നെ പ്രാപ്തമാക്കണം. ബാക്കി ബാബ പറയണേ, ബാക്കി സാധാരണ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നോക്കിയാൽ എത്ര കളിക്കാരുണ്ടോ 11 പേരാണെങ്കിൽ അല്ല, അവരുടെ അടുത്ത് മാത്രമാണ് ആ പന്ത്, അവർക്ക് മാത്രമാണ്. ജീവിതയാത്രയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന വിഘ്നം നമുക്ക് അല്ലേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ 2, 3, 4 പേര്, എത്ര പേരാണോ യാത്രികര്, സഹയാത്രികര് അല്ലെ, ഒരുമിച്ച് നമുക്ക് നേരിടേണ്ടതുണ്ട്. നത്തിങ് ന്യൂ. പക്ഷെ ഭവന് ഓരോ പന്ത് വരുമ്പോഴും എന്തോർമ്മ വേണം? ഇതൊന്നും പുതിയതല്ല. ഡ്രാമ ഖേൽ ഭി ദിഖാത്താ ഹൈ. ഡ്രാമ കളി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഓർ സമ്പന്ന സഫലത ഭി ദിഖാത്താ ഹൈ. കളി കളിക്കുന്നതിനോടൊപ്പം ബാബ പറഞ്ഞേ ഈ സംഭവങ്ങള്, വിഘ്നങ്ങള്
കളിയുടെ രൂപത്തിൽ വന്ന് കടന്നു പോകുമ്പോൾ അപ്പൊ പിന്നെ യഥാർത്ഥത്തിൽ ഈ ദൃശ്യം കടന്നു വരുന്നത് നമുക്ക് നമ്മുടെ സമ്പന്നതയെ സഫലതയെ കാണിച്ചു തരാനും കൂടി. കാരണം ഒരു വിഘ്നം വന്ന് അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിലെങ്ങനെ സഫലത പ്രാപ്തമാക്കുന്നു. കളി തോക്കാനല്ലല്ലോ. തോൽക്കുന്ന കളിക്കാർക്ക് പോലും ഒരു കളിയിൽ 2 കൂട്ടരുണ്ട്, ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോൽക്കും. പക്ഷെ തോൽക്കുന്നവരും ഞാൻ തോറ്റേ പറഞ്ഞിട്ട് പോയിരുന്ന കരയില്ല. അവരെന്താ ചെയ്യുക? അടുത്ത കളിക്കായി പ്രിപ്പയർ. കരഞ്ഞുകൊണ്ടിരുന്ന അടുത്ത കളി കളിക്കാൻ പറ്റില്ല, അടുത്തതിൽ സമ്മാനം വാങ്ങാൻ പറ്റില്ല. അപ്പൊ ബാബ പറയണേ, ഇവിടെ നമുക്കും അതാണ്. ഒരു കളി ഒരു പന്ത് തട്ടി പറഞ്ഞിട്ട് കഴിഞ്ഞില്ലല്ലോ, ഒരു പന്തേ പോയിട്ടുള്ളൂ, അടുത്ത ബാക്കി നിൽക്കല്ലേ. ബാബ ഇന്നലെ മെന്നാന്നല്ല എന്താ പറഞ്ഞേ? അന്തിമ ശ്വാസം വരെ കൊടുങ്കാറ്റ് നിങ്ങളെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റ് വരും. പക്ഷെ നിങ്ങൾ എൻ്റെ മക്കള് അചഞ്ചലരായിരിക്കണം. നേരത്തെ വരദാനം അതായിരുന്നല്ലേ, മുരളി അതായിരുന്നല്ലേ ബാബയുടെ. 4 വശത്തുനിന്ന് വന്നാലും നിങ്ങൾ, കാരണം അങ്കദന് പോയി കാല് വെക്കുമ്പോൾ അങ്കദന്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് വാനരന്മാരെല്ലാം ചോദിക്കുന്ന സമയത്തല്ല എന്താ പറയണ ഉത്തരം? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നു രാവണന്റെ കോട്ടയിൽ പോയി കാല് വയ്ക്കാൻ, രാവണന്റെ അടുത്ത് പോയി വെക്കാൻ? അപ്പൊ എന്താ പറഞ്ഞേ? എനിക്ക് എൻ്റെ കാലിന്റെ മേലെയുള്ള വിശ്വാസം കൊണ്ടല്ല ഞാൻ വെച്ചത്, ഞാൻ ആ കാല് വെച്ചത് രാമന്റെ പേരിൽ, രാമന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ വെച്ചതാണ്, എൻ്റെ ധൈര്യത്തിലല്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും ഒറ്റയ്ക്ക് പറ്റില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല. ആ വിശ്വാസം, ആ നിശ്ചയം, ബാബയും ബാബ നൽകുന്ന മഹവാക്യങ്ങളുമാണ് നമുക്ക് കാല്. ആ ഉറച്ച കാലുകളാണ് നമുക്ക് ഓരോ പേപ്പറിലും മുന്നോട്ട് നീങ്ങാനുള്ള ധൈര്യം നൽകണം. യഹി ബ്രാഹ്മണ കുൽക്കി. ബാബ പറഞ്ഞ ഇതാണ് ബ്രാഹ്മണ കുലത്തിന്റെ രീതിയും സമ്പ്രദായം. ഏത് വിഘ്നവും സഫലതയ്ക്കായിട്ടാണ് വരുന്നത്, നമ്മളെ സമ്പന്നതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ബാബന് ഉള്ളിൻ്റെ ഉള്ളില് ഈ 2 മംഗളങ്ങൾ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. പറയാം, ഏത് മംഗളവും ഏത് വിഘ്നവും എന്നെ സമ്പന്നതയിലേക്കും സഫലതയിലേക്കും നയിക്കാൻ വേണ്ടിയിട്ടാണ്. ബാബ ഹോസ്പിറ്റലിലെ സേവനത്തിന് നിമിത്തമായ കുട്ടികളുടെ ഗ്രൂപ്പെല്ലാം ബാബ മുന്നിലുണ്ടായിരുന്നു. ബാബ പറയണേ, ഏത് കാര്യത്തിന് നിമിത്തമാക്കുമ്പോഴും ഏത് വിധിയിലൂടെ നിമിത്തമാക്കുമ്പോഴും ആര് ഏത് ശ്രേഷ്ഠ കാര്യത്തിന് നിമിത്തമാക്കുന്നതും ചാൻസ് എടുക്കലാണ്. അതാണ് ചാൻസ് എടുക്കുക. ബാബ അവസരം തരും. ബാബ പറയണേ, നിമിത്തമാകാൻ പറ്റുന്നവർ അർത്ഥം ചാൻസ് എടുക്കുന്നവരാണ്. ചാൻസ് എടുക്കുന്നവർക്കേ ചാൻസലർ ആകാൻ പറ്റൂ. ഇന്ന് വിശ്വത്തില് സമ്പത്തുള്ളവര് ധാരാളമുണ്ട്. പക്ഷെ താങ്കളുടെ അടുത്തുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ലോകരുടെ പക്കലില്ലാത്ത സമ്പത്ത്. ആ സമ്പത്തിന്റെ ആവശ്യം ലോകത്തിലെ സമ്പന്നർക്കുമുണ്ട്, പാവപ്പെട്ടവർക്കുമുണ്ട്. പാപ്പൻ അങ്ങനെയുള്ള ഏതൊരു സ്വത്താണ് താങ്കളുടെ അടുത്തുള്ളത്? അതേത് സമ്പത്താണെന്ന് അറിയുമോ? ബാബ പറയണേ, നിങ്ങളുടെ പക്കൽ വേണ്ട ഏറ്റവും വലിയ സമ്പത്ത് സിമ്പതിയാണ്, അനുകമ്പയാണ്, കരുണയുള്ളവരായിരിക്കണം എന്ന് പറയാം ബാബ. ഈ വർഷത്തെ തീമ അതാണ് ബാബ തന്നിരിക്കുന്നത്. കരുണയുള്ളവരാക്കും, അനുകമ്പയുള്ളവരാക്കും, മറ്റുള്ളവരോട് സഹതാപമുള്ളവരായി മാറും, സഹജീവികളോട് കരുണ, സർവരോട്. ബാബ പറയണേ, പാവപ്പെട്ടവരാകട്ടെ ധനവാന്മാരാകട്ടെ, ഇന്ന് ആരുടെയും പക്കല് സിമ്പതിയില്ല. സിമ്പതിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒന്നുമില്ലെങ്കിലും ബാബ പറയണേ, സിമ്പതി സെ സബ്കോ, നിങ്ങളുടെ സഹതാപം, ബാബ പറയണേ, നിങ്ങളുടെ അനുകമ്പ മറ്റുള്ളവർക്ക് സന്തുഷ്ടത നൽകും.
ചിലപ്പോൾ അങ്ങനെയല്ലേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ സഹതാപം, കരുണയുള്ള, അവരോട് അനുകമ്പയുള്ള ഒരു വാക്കിന് പോലും, ഒരു നോട്ടത്തിന് പോലും എന്ത് ചെയ്യാൻ പറ്റും? സന്തുഷ്ടത കൊടുക്കാൻ പറ്റും. പരിവാരിക് സിമ്പതി സബ്സെ ബഡേത്തെ ബഡി. ബാബ പറയുന്ന ഇന്ന് കുടുംബങ്ങളിൽ പോലും അങ്ങനെ പരസ്പരം ആ സിമ്പതി ഇല്ല. അതുകൊണ്ടാ പറയണ ബാബ, ഈശ്വരീയ കുടുംബത്തിലെ ബാബ പറയണേ, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് സിമ്പതി ആയിരിക്കണം. ഇതാണ് എല്ലാവർക്കും ആവശ്യം. എല്ലാവർക്കും ഇത് കൊടുക്കും. പക്ഷേ സിമ്പതി എങ്ങനെയുള്ളതായിരിക്കണം? ആത്മീയമായ സിമ്പതി. ആത്മീയമായ സിമ്പതി അതെങ്ങനെയുള്ളതായിരിക്കും? അവ പറയില്ലേ, ജ്ഞാനയുക്തമായിരിക്കുക സിമ്പതി. തൻ മൻ ധൻ കി ഭി പൂർത്തി കർ സക്തി. ശരീരം, മനസ്സ്, ധനം. ബാബ പറയുന്ന എല്ലാറ്റിൻ്റെയും പൂർത്തീകരണം ആത്മീയ സിമ്പതിയിലൂടെ നടക്കും. അല്ല, ഇതിനെക്കുറിച്ച് ബാബ പറയണേ പിന്നീട് ഞാൻ ഒരിക്കലും പറയാം. എന്താണ് ആത്മീയ സിമ്പതി? ചാരോ ഓർക്കെ തപസ്വി രാജശ്രേഷ്ഠാത്മായി. നാനാഭാഗത്തുമുള്ള തപസ്വി രാജന്മാരായ ശ്രേഷ്ഠാത്മാക്കൾക്ക് സദാ യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സഫലത പ്രാപ്തമാക്കുന്ന ശ്രേഷ്ഠ അനുഭവികൾക്ക് സദാ മേ തേരാ തൂ മേരാ ഇസ് തപസ്യ മേ മകൻ രഹ്നെ വാലെ. ഞാൻ അങ്ങയുടേത്, അങ്ങ് എൻ്റെ. ഈ തപസ്യയിൽ മുഴുകി ജീവിക്കുന്ന മക്കൾക്ക് സദാ ഹർ സമയ തപസ്യ ദ്വാര, ഓരോ നിമിഷത്തിലും തപസ്യയിലൂടെ സന്തോഷ നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക് ബാപ്പുറപ്പിനെ ഗുണഗാൻ കാനെ വാലെ, ബാബയുടെയും തന്റെയും ഗുണഗാനം ചെയ്യുന്ന കുട്ടികൾക്ക് ദേശവിദേശത്തിലുള്ള സർവസ്മൃതി സ്വരൂപരായ മക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ബാപ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരം.